മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിലിന് മൊബൈൽ ഫോൺ വാങ്ങാൻ 28,501 രൂപ അനുവദിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മന്ത്രി ആയിരുന്നപ്പോൾ ഔദ്യോഗിക ആവശ്യത്തിന് ഉപയോഗിച്ച മൊബൈൽ ഫോൺ വാങ്ങിയ തുക നൽകണമെന്ന കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫെബ്രുവരി 29-നാണ് തുക അനുവദിച്ചത്. മന്ത്രിമാർക്ക് മൊബൈൽ ഫോൺ വാങ്ങുവാൻ 30,000 രൂപ സർക്കാർ അനുവദിക്കാറുണ്ട്. മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുമ്പോഴും രാജിവെക്കുമ്പോഴും മൊബൈൽ ഫോൺ തിരിച്ചു കൊടുക്കണമെന്നാണ് ചട്ടം. ഡിസംബർ 24-ന് അഹമ്മദ് ദേവർകോവിൽ മന്ത്രിസ്ഥാനം രാജിവെച്ചിരുന്നു. 4.38 കോടിയാണ് അഹമ്മദ് ദേവർകോവിലിൻ്റെ ആസ്തി. കോടീശ്വരനായ അഹമ്മദ് ദേവർകോവിൽ മൊബൈൽ ഫോൺ വാങ്ങിക്കാൻ സർക്കാർ ഖജനാവിനെ ആശ്രയിക്കുന്നത് ശരിയാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതും ശമ്പളം കൊടുക്കാൻ പോലും പണമില്ലാത്ത പ്രതിസന്ധി കാലത്ത്. പിണറായി മുഖ്യമന്ത്രി ആയതിനു ശേഷം വളരെ കുറഞ്ഞ തുക തിരിച്ചടച്ച മന്ത്രിമാർക്ക് ഫോൺ സ്വന്തമാക്കാം എന്ന രീതി കൊണ്ടുവന്നിരുന്നു. ഇതിനിടെ തന്നെ മന്ത്രിസ്ഥാനത്തിരുന്നപ്പോൾ ഉപയോഗിച്ചിരുന്ന ഔദ്യോഗിക മൊബൈൽ ഫോൺ സ്ഥാനമൊഴിഞ്ഞിട്ടും സ്വന്തമായി വേണമെന്ന ആന്റണി രാജുവിൻ്റെ ആവശ്യവും മുഖ്യമന്ത്രി അംഗീകരിച്ചു. മുൻമന്ത്രിക്ക് ചുളുവിലയ്ക്ക് ഫോൺ കൊടുത്തപ്പോൾ പ്രൈവറ്റ് സെക്രട്ടറിയും ഇതേ ആവശ്യം ഉന്നയിച്ച് രംഗത്തെത്തി. അദ്ദേഹത്തിനും ഫോൺ തുച്ഛമായ തുകയ്ക്ക് നൽകാൻ സർക്കാർ തീരുമാനിച്ചു. 3,600 രൂപ ട്രഷറിയിൽ അടച്ച മൊബൈൽ ഫോൺ സ്വന്തമായി എടുത്തോളൂ എന്നാണ് മുഖ്യമന്ത്രിയുടെ കൽപ്പന. 30,000 രൂപയാണ് ആന്റണി രാജുവിന് മന്ത്രിയായിരിക്കുമ്പോൾ മൊബൈൽ ഫോൺ വാങ്ങാൻ ഖജനാവിൽ നിന്ന് നൽകിയത്. ജനുവരി 8-നാണ് ആന്റണി രാജു മുഖ്യമന്ത്രിക്ക് അപേക്ഷ നൽകിയത്. ആന്റണി രാജുവിന് മൊബൈൽ ഫോൺ കിട്ടിയതോടെ ആന്റണി രാജുവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി എസ് അനിലും തനിക്ക് സർക്കാർ നൽകിയ മൊബൈൽ ഫോൺ സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെന്ന് മുഖ്യമന്ത്രിക്ക് അപേക്ഷ നൽകി. മുഖ്യമന്ത്രിയുടെ അനുമതി ഉടൻ ലഭിച്ചു. 2,880 രൂപ ട്രഷറിയിൽ അടച്ച് മൊബൈൽ ഫോൺ എടുത്തോളൂ എന്ന് പ്രൈവറ്റ് സെക്രട്ടറിയോട് മുഖ്യമന്ത്രി വക വീണ്ടും കൽപ്പന. 20,000 രൂപയാണ് പ്രൈവറ്റ് സെക്രട്ടറിക്ക് മൊബൈൽ ഫോൺ വാങ്ങാൻ സർക്കാർ ഖജനാവിൽ നിന്നും നൽകിയത്. ആന്റണി രാജുവിൻ്റെയും പ്രൈവറ്റ് സെക്രട്ടറിയുടെയും വിചിത്ര അപേക്ഷയും മുഖ്യമന്ത്രിയുടെ തീരുമാനവും സെക്രട്ടേറിയറ്റിൽ വൻ ചർച്ചാ വിഷയമായി മാറി. ജനാധിപത്യമാണോ രാജഭരണമാണോ കേരളത്തിൽ നടക്കുന്നത് എന്ന ആക്ഷേപമാണ് ഉയരുന്നത്. ആന്റണി രാജുവിൻ്റെയും പ്രൈവറ്റ് സെക്രട്ടറിയുടെയും വിചിത്ര അപേക്ഷയിൽ മുഖ്യമന്ത്രി അനുകൂല തീരുമാനമെടുത്തതിൽ മറ്റു മന്ത്രിമാരും പ്രൈവറ്റ് സെക്രട്ടറിമാരും സന്തോഷത്തിലാണ്.